DPയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയും? എന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണ രീതിയിൽ നേരത്തെ ഒരു ജോലി ചോദിക്കട്ടെ. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി. സംശയമുണ്ടോ? ഇല്ലല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ 3 ആഴ്ച മുമ്പ് ഞങ്ങൾ UDFനെ ഏകപക്ഷീയമായിട്ട് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഞങ്ങളുടെ വോട്ട് വേണ്ട? എന്തിനാ അതിനുവേണ്ടി വാദിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ആ വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞില്ലല്ലോ. വർഗീയ പാർട്ടിയാണോ? പക്ഷേ വിശകലനം ചെയ്യേണ്ടതാണ് ഒരുപാട് കാര്യം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിന് മറുപടി പറയണമെങ്കിൽ വർഗീയ പാർട്ടിയാണ്. എന്താണ് CPM നിലപാട്? ഞങ്ങൾക്ക് അതിന് കൃത്യമായ നിലപാടുണ്ട്. വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദ വർഗീയ പാർട്ടികളാണെന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെന്നും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണെന്നും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് മത്സരിക്കുന്നത്. ആ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിക്കുക. അങ്ങനെ മത്സരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെ ലീഗുകാർ ഇവരൊക്കെ പലയാളുടെയും വോട്ട് വേണം, ഞങ്ങളത് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ SDPയുടെ വോട്ടും വാങ്ങുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം, SDPയുടെ വോട്ട് വേണ്ടാന്ന് VD സതീശൻ പറയണ എന്താ കാര്യം? VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റത് മുതൽ കളവ് പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പരസ്യം എന്താ ഞാൻ പറഞ്ഞത്? SDPയുടെ വോട്ട് ഞാൻ പറയാ, SDPയുടെ വോട്ട് വേണ്ടെന്ന് മാത്രമല്ല അവർ പറയേണ്ടത്. അവർ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞോ? കേക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെ വർഗീയ